ഈ ചെലവ് കുറയ്ക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ സ്ട്രക്ചറൽ മെറ്റീരിയലിൽ ചെലവ് കുറയ്ക്കാവുന്ന രീതിയിൽ ആളുകൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അത് വളരെ അപകടമാണ്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 5-8 മാസം മുൻപ് നമ്മുടെ ഒരു ലീഡിങ് ന്യൂസ് പേപ്പറിൽ വന്നൊരു ന്യൂസ്, 2 കുട്ടികളുടെ ഫോട്ടോ പത്രത്തിൽ കാണുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അന്വേഷിച്ചപ്പോൾ ഞാൻ ആ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇവർ ചൈനയിൽ നിന്ന് മറ്റേ നമ്മളുടെ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ ഷീറ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ JSWൻ്റെ സീല് എന്തിരിക്കുകയാണ് ഈ ഷീറ്റിൽ. ജിതിൻ, നമുക്ക് എല്ലായിടത്തും സീൽ ഉണ്ടാവില്ലല്ലോ. ടാറ്റയുടെ ആയാലും JSWൻ്റെ ആയാലും ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും ഇതിൻ്റെ സീല് വരിക. ഇവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിൽ JSWൻ്റെ സീല് കൃത്രിമമായിട്ട് ഇതിൽ സീൽ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ മെറ്റീരിയൽസും കുറെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചു വേണം എല്ലാ മെറ്റീരിയൽസും. ജിതിൻ, 20,000 രൂപ മറ്റേ അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഫ്രണ്ട് ഡോറിന് ഇതുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്നത് ഫ്രണ്ട് ഡോറ് 15,000 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 20,000 രൂപയ്ക്കാണ്. ഇത് മേടിച്ച് പാവപ്പെട്ടവർ ഈ കോസ്റ്റ് കുറവ് നോക്കി പണിയിപ്പോൾ എന്താ ഉണ്ടാവുക? ഏറിയാൽ ഒരു 6-7 മാസം അതിൻ്റെ ഉള്ളിൽ അത് ഫസ്റ്റ് വരില്ലേ, പ്രൊഷൻ വരില്ലേ, തുരുമ്പ് വരില്ലേ, ചീറ്റ് ചെയ്യപ്പെടാനുള്ള കുറെ സാധ്യതകളുണ്ട്. നമ്മള് അതിലൊക്കെ മാറാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പർച്ചേസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് നമ്മൾ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിനെ ക്രെഡിബിൾ ആയിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബിൽഡറെ ഏൽപ്പിച്ച് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ പണി ഏതൊക്കെ സൈഡിൽ നിന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും. ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ വിവിധ തരം ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു കോർഡിനേറ്റ് സിങ്ക്രണൈസേഷനാണ്. ആ ഒരു താളാണത്. ആ താളം നന്നായി മ്യൂസിക് ചെയ്യാൻ കഴിയുന്ന ആളുകളെ മാത്രം ദയവ് ചെയ്ത് നിങ്ങളുടെ വീട് പണി നിങ്ങൾ ഏൽപ്പിക്കുക. അതിൽ നിന്നുണ്ടാവുന്ന അവസാനം കിട്ടുന്നൊരു നമ്മളൊക്കെ ആസ്വദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അവരായിട്ട് ആ വീട്ടുകാരായിട്ട് നമ്മൾ അവരുടെ ലിവിങ് റൂമിലിരുന്ന് അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംതൃപ്തിയുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നത് പോലെ നല്ലൊരു താളാത്മകമായ ഒരു സംഗീതം സൃഷ്ടിക്കുന്ന ഒരു പണിയാണ് ഒരു വീട് പണി എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ താങ്ക് യു.